ഞാനൊന്ന് റോഷിപ്പാലിലേക്ക് കൂടി പോയി വരാം. റോഷിപ്പാൽ, ഇന്നലെ വി ഡി സതീശനെ ഒറ്റയ്ക്ക് തിരഞ്ഞു പിടിച്ചാക്രമിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ വിരോധി എന്നൊക്കെ പറഞ്ഞു, ഊളംപാറയ്ക്ക് കൊണ്ടുപോകണം എന്നൊക്കെ അധിക്ഷേപ വാക്കുകളൊക്കെ ചൊരിഞ്ഞു. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശനെ, അതായത് UDF-ന്റെ ചെയർമാനെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശനെതിരെ ഇന്ന് എത്ര കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ട്, NSS-ഉമായിട്ടുള്ളൊരു സാമുദായിക സഹകരണത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് UDF-ന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കില്ലേ? അതിനെ എങ്ങനെയായിരിക്കും UDF ക്യാമ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? റോഷി. അരുൺകുമാർ, പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു സമുദായ സംഘടനാ നേതാവ് ഇതുപോലെ ഒരു വിമർശനം ഉയർത്തിയിട്ടില്ല. അത് വലിയ അധിക്ഷേപമായി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. പക്ഷേ എത്രത്തോളം നേതാക്കൾ പരസ്യമായി പ്രതിരോധിക്കുമെന്ന്, അതുപോലെ രൂക്ഷമായി പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. ഏതായാലും ഇന്ന് നേതാക്കളൊക്കെ കൊച്ചിയിലുണ്ട്. സ്വാഭാവികമായും ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. കാരണം കോൺഗ്രസിനും UDF-നും ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി ഇത് മാറും. അതിനപ്പുറത്തേക്ക് സമുദായ സംഘടനകളെ പിണക്കുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായവും കോൺഗ്രസിനകത്ത് നേരത്തെ മുതൽ തന്നെ ശക്തമാണ്. മാത്രവുമല്ല, ഇത് ഇങ്ങനെ ഒരു ഐക്യം രൂപപ്പെടുന്നത് ഒരുപക്ഷെ 50കളിലെ NSS SNDP ഐക്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അന്ന് അത് UDF-ന് അനുകൂലമാണെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അത് UDF-നെതിരാണെന്ന് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിലൂടെ വ്യക്തവുമാണ്. അന്ന് മന്നത്ത് പത്മനാഭനും R ശങ്കറും കൈകോർത്തപ്പോഴുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കേരള രാഷ്ട്രീയത്തെ എത്തിക്കുകയും ചെയ്തതാണ്. അതിന് ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് R ശങ്കർ KPCC അധ്യക്ഷനും പിന്നീട് മുഖ്യമന്ത്രിയും ഒക്കെ ആയതാണ്. അങ്ങനെ ഉള്ള ഒരു ചരിത്രം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് സൂക്ഷ്മമായി SNDP-യുടെയും NSS-ന്റെയും നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത്. NSS-ഉമായി വലിയ ആഭിമുഖ്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ NSS വഴി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമം ഒരുപക്ഷെ കോൺഗ്രസ് നടത്തും, അനുനയ നീക്കം നടത്തും. വെള്ളാപ്പള്ളിയുമായി ആത്മബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ KPCC-യുടെ മുൻ അധ്യക്ഷനായ K സുധാകരൻ അടക്കമുള്ള നേതാക്കളുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇത് UDF-നെതിരെ മൊത്തത്തിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രകടിപ്പിച്ചത്. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധമാണ് ഒരു പ്രധാന കാരണം. രണ്ടാമത്തേത് ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗവും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ നിലപാട് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അരുൺകുമാർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രേക്ഷകർക്കറിയാം എങ്ങനെയാണ് ഹിന്ദു മഹാമണ്ഡലം ഐക്യകേരളത്തിന്റെ തുടക്കത്തിൽ ഒരു രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ പേരൊന്നുമില്ലെങ്കിൽ പോലും ഒരു സാമുദായിക സഹകരണം വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറയുന്നത് അത്ര ചെറുതായിരിക്കില്ല. അത് UDF ക്യാമ്പിന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഇനി വെള്ളാപ്പള്ളി നടേശനെ ഇനിയും പിണക്കണമോ എന്നുള്ളതാണ് ചോദ്യം. സുകുമാരൻ നായരെ ഇനിയും പിണക്കണമോ എന്നുള്ളതാണ് ചോദ്യം. പെരുന്നയിലേക്ക് കണിച്ചുകുളങ്ങരയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ പോവുകയും അവർ തമ്മിലൊരു ചർച്ച നടക്കുകയും ഒരു സാമുദായിക ഐക്യം ഉണ്ടാവുകയും അതിനുശേഷം സുകുമാരൻ നായർ വി ഡി സതീശനെയോ മറ്റുള്ളവരെ ഒന്നും ഇനി തുറന്നങ്ങനെ വിമർശിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇപ്പോഴില്ല. അദ്ദേഹം എപ്പോഴും പറയുന്നത് സമദൂരമാണ് എന്നുള്ളതാണ്. പക്ഷേ സമദൂരമാണെന്ന് പറയുമ്പോഴും അത്ര സമദൂരമല്ലാത്ത ശരിദൂരമാണെന്ന് വെള്ളാപ്പള്ളി പറയുന്ന ഒരു ദൂരമുണ്ട്. ആ രാഷ്ട്രീയം UDF ക്യാമ്പിനുണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതായിരിക്കില്ല. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ജയിച്ചു വരാൻ ഇവരുടെയൊക്കെ വോട്ട് വളരെ നിർണായകവുമാണ്. കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പുരോഗമിക്കുന്നത് എന്നുള്ളത്. തെരഞ്ഞെടുപ്പിനടുത്തിരിക്കുന്ന നിർണായക നീക്കങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.